ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു മേക്ക് ഓവർ വീഡിയോ ആണ്. ഞങ്ങൾ വീട്ടിലെ കുറച്ച് കുറച്ച് വിശേഷങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 2-3 വർഷമായിട്ട് ഈ റെഡ് ഓക്സിഡായിരുന്നു നമ്മൾ തറയിൽ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കളറെല്ലാം പോയി. നിങ്ങൾക്ക് തന്നെ കാണാം. നമ്മളിവിടെ സിറ്റ് ഔട്ടിനകത്തായിരുന്നു ഈ ഒരു റെഡ് ഓക്സൈഡ് റൂമിൽ എല്ലായിടത്തും ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കളറെല്ലാം കൂടുതലായിട്ടും പോയ സിറ്റ് ഔട്ടിലായിരുന്നു. അപ്പം ഒരു റൂമിലും അധികം കളറില്ല. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചു പെയിൻ്റാണ് മേടിച്ചത് കേട്ടോ. പെയിൻറ്റിനാകുമ്പം നല്ല കളർ വരുമെന്ന് വിചാരിച്ച് നല്ല കളറുണ്ട് കേട്ടോ പെയിൻറ്റിന്. അപ്പം ഞാൻ കുറേയൊക്കെ സെർച്ച് ചെയ്തിട്ടായിരുന്നു ഇത് വാങ്ങിച്ചത് പെയിൻറ്റ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്യണം. ഉപയോഗിക്കാത്ത ഒരു പാത്രം എടുത്തിട്ട് വേണം ചെയ്യാൻ. പെയിൻ്റ് ആയിക്കഴിഞ്ഞാൽ പോകത്തില്ലല്ലോ. എന്നിട്ടത് ഒരു കമ്പ് വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ആദ്യം ഞങ്ങളൊന്ന് പേടിച്ചു. ആദ്യം വാങ്ങിച്ച് റെഡ് ഓക്സൈഡിൻ്റെ കളറാണെന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, കറക്റ്റ് നല്ല റെഡ് കളറായിട്ട് ഞാൻ വിചാരിച്ച കളർ തന്നെ അതിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ ഈ ഒരു റോളറും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ റോളറിന് അതിൻ്റെ റേറ്റും ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോയ്ക്കകത്ത്. അപ്പോൾ ദേ കണ്ടില്ലേ, അത് വെച്ചിട്ട് ആദ്യം സിറ്റ് ഔട്ടാണ്. ആദ്യം ഒരു ബോട്ടിൽ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ബോട്ടിൽ വെച്ച് ഞങ്ങൾ സിറ്റ് ഔട്ട് മാത്രം അടിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ അത് വെച്ചിട്ട് ഞങ്ങൾ റൂം അടിച്ചു. ഇവിടെ അടുക്കള പാതകം അടിച്ചായിരുന്നു. പിന്നെ നമ്മുടെ ഹോൾ അടിച്ചായിരുന്നു. ഇത്രയ്ക്കും ആ പെയിൻറ്റ് തികഞ്ഞായിരുന്നു കേട്ടോ. 300 സംതിങ് ആയിരുന്നു ആ പെയിൻറ്റ്. പക്ഷേ കളറും പോകത്തില്ല. വിചാരിച്ചേക്കാട്ടി നല്ല കളർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പെയിൻറ്റ് വെള്ളം ചേർത്താണ് അടിക്കുന്നത്. പിന്നെ പ്രൈമർ ചേർത്ത് അടിക്കുന്നത് കൊണ്ട്, പക്ഷേ ആ കടക്കാരൻ ചേട്ടൻ പറഞ്ഞത് ഇത് പെയിൻറ്റ് കൂടുതലും ലാസ്റ്റ് ചെയ്യുന്നത് വെള്ളം ചേർത്ത് അടിക്കാനായിരുന്നു. പിന്നെ നോക്കിയില്ല, അവർ പറയുന്നവർക്ക് അറിയാമെന്നുള്ളതുകൊണ്ടല്ലേ പറഞ്ഞേ. ഞങ്ങൾക്ക് അത് തന്നെയായിരുന്നു വേണ്ടത്. കുറേ നാൾ നിൽക്കണം. പിന്നെ ടൈലും കാര്യമൊക്കെ ഇടുന്ന സമയത്ത് പിന്നെ അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും വർഷം നമുക്കത് ഇടണമെങ്കിൽ ഇടാം. അപ്പം നമ്മൾ വീട്ടിൽ തറ ഇട്ടിരിക്കുന്ന ഇങ്ങനെ വലുതായിട്ട് കട്ടിയായിട്ടല്ല ഇട്ടിരിക്കുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ടൈലിടണമെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ തന്നെ സിമൻറ്റ് തറ ഇട്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഹൈറ്റൊന്നും ഇല്ലാതെയാണ് തറ ഇട്ടിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ആ റെഡ് കളർ അടിച്ചു. പിന്നെ ഇത് നമ്മുടെ ഹോളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഹോളിൽ റെഡ് ഓക്സിൻ്റെ കളർ നന്നായിട്ട് മാറിയായിരുന്നു. നമ്മൾ തുടച്ചാൽ പോലും ആ ഒരു കളർ പോകത്തില്ല. സിമൻറ്റ് കൂടുതലായിട്ടും പുറത്ത് വന്നതുപോലെയായിരുന്നു. അപ്പോൾ ആദ്യമേ തൂത്ത് പിന്നെ അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇടാൻ. പിന്നെ ഹോളിൽ നമ്മൾ അങ്ങനെ അധികം തുടച്ചും കാര്യങ്ങളൊന്നുമില്ല, തൂത്ത് കളഞ്ഞതേ ഉള്ളൂ. മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ആകാതിരിക്കാൻ വേണ്ടിയായിട്ട്. അപ്പം വെള്ളം വെച്ചിട്ട് തുണി വെച്ച് തുടച്ച് കളഞ്ഞാലും മതി. പിന്നെ ഇതിനകത്ത് അധികം നമ്മുടെ ഹോളിനകത്ത് അധികം അഴുക്കില്ല. നമ്മൾ പുറത്ത് സിറ്റ് ഔട്ടിൽ പോലെയല്ല. അപ്പോൾ പിന്നെ നമ്മളിവിടെ ഒരു മേശ ഇട്ടിട്ടുണ്ട് ഹോളിൽ. അപ്പോൾ ആ ഹോളിലെ മേശയിൽ നിന്ന് നമ്മളെടുത്ത് മാറ്റാതെയാണ് നമ്മൾ ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഒരു 11 മണിയായിരുന്നു. 3 മണി വരെ ഇത് ചെയ്ത്. ഞങ്ങൾ എന്തെങ്കിലും നമ്മുടെ വീട്ടിലെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ അത് ചെയ്യണം. നമ്മൾ എല്ലാവരും അങ്ങനെയായിരിക്കും. നമ്മുടെ സ്വന്തം വീട്ടിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെളുപ്പിന് വരെ വേണമെങ്കിൽ നിന്ന് ചെയ്യുന്നിട്ടായിരിക്കും ഉറങ്ങുന്നത്. പിന്നെ രാവിലെ പിറ്റേ ദിവസം ചേട്ടൻ എണീച്ച് ജോലിക്ക് പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോന്നൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമായിരുന്നു എൻ്റെ അടുക്കളയിൽ പാതകം കണ്ടില്ലേ. അതിനകത്ത് കുറേ കരിയൊക്കെ പിടിച്ച് ഗ്യാസ് ഇരുന്ന ഭാഗത്തൊക്കെ ചോറിൻ്റെ വെള്ളമൊക്കെ വീണ് എന്നും തുടച്ച് കളഞ്ഞാൽ പോലും മാറാത്ത കുറേ കരിയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഈ വീടിന് തേപ്പൊന്നും കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ സിമൻറ്റിൻ്റെ പൊടി ഇളകി വരും. അപ്പോൾ അതെല്ലാം കൂടിയായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഇതും പാതകം ഇട്ടിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അപ്പോഴത്തേക്ക് അതിൻ്റെ കരിയൊക്കെ പിടിച്ചു. പിന്നെ ഞാൻ ഇവിടെ ഈ സൈഡിൽ ഗ്യാസ് തീരുന്ന സമയത്ത്, മഴ പെയ്യുന്ന സമയത്ത്, നമുക്ക് അടുക്കളയിൽ വെള്ളം ഇറങ്ങുന്ന സമയത്ത് ഞാനവിടെ ഒരു അടുപ്പ് കൂട്ടിയിട്ടിരുന്നു. അതിൻ്റെ കരിയുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു സിങ്കിൻ്റെ അവിടെയും കുറച്ച് സിമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ടൈലും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മുകളിലും ഇതുപോലെ പെയിൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പെയിൻറ്റ് അടിച്ചു.
അപ്പം ഇത്രയാണ് നമ്മുടെ ആ ഒരു ലുക്കെന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഇനി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഇനി എനിക്ക് വാൾപേപ്പറും കൂടി ഇവിടെ ഒട്ടിക്കണമെന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതായിരിക്കും ഒട്ടിക്കുന്നത് കുറച്ചുകൂടി നല്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ടേ ഞാൻ ഇനി ഒട്ടിക്കുന്നുള്ളൂ. ഇതിൻ്റെ ആ ഒരു ഭംഗി കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസം, നല്ല കളറുണ്ട്. ഇതാണ് സിറ്റ് ഔട്ടിലെ ലുക്ക് വരുന്നത് കേട്ടോ. പിന്നെ ബാലൻസ് വന്ന് ഞാൻ ഒരു കറുത്ത പെയിൻറ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ മേടിച്ചാണ് ജനലിൽ അടിക്കാനായിട്ട്. ആ ജനലിലെ ആ ഒരു കളറും കൂടി ഞാനെടുത്ത് ഈ അടുപ്പിലോട്ട് അടിച്ച് അതിൻ്റെ കയ്യിൻ്റെയൊക്കെ ആയി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം.